അകത്തേക്ക് കയറി വരുമ്പോൾ ഇത് നമ്മളെ പാലസ്, ആംബർ പാലസ്. സൂര്യൻ ഉദിച്ചു തന്നെ നോക്കൂ. പൊളിയാണ് കേട്ടോ ഗൈസ്, അടിപൊളിയാണ് കേട്ടോ. പാലസിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും റൈഡേഴ്സ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പൈസ രാവിലെ തന്നെ ഇറങ്ങി ഒരു ചെറിയ റൈഡ് വന്നേക്കാണ്. റൂമിൻ്റെ തൊട്ടടുത്തതിനുള്ള ഒരു സ്പോട്ട്, ആംബർ ഫോർട്ട് എന്ന് പറഞ്ഞൊരു ഫോർട്ട്. അപ്പോൾ അവിടെ വന്നേക്കാണ് ബാക്കി കാണുന്നത്. ഈ കാണാനാണ് ആംബർ ഫോർട്ട് എന്ന് പറഞ്ഞ ഫോർട്ട്. ജയ്പൂർ അറിയപ്പെടുന്നൊരു ഫോർട്ടാണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതേ ഇനി നമുക്ക് ഇതാ സൈഡിൽ കാണുന്ന ഈ വഴി കൂടെ അങ്ങോട്ട് അപ്പുറത്ത് സൈഡിൽ കൂടെ നടക്കാനുണ്ട്. ചെറിയൊരു പുഴ പോലത്തെ സംഭവമാണ്. അതിൻ്റെ അപ്പുറത്തൂടെ വാഗ്വേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി അങ്ങോട്ട് നടന്നു നോക്കാം. അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ചകളെ കുറിച്ചാണ്. ഗൈസ് നോക്കൂ, പന്നികൾ നോക്ക് ഉണ്ടോ. ഗൈസ് നമ്മളപ്പോൾ ഇതിൻ്റെ ഗേറ്റിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഉള്ള കാഴ്ച നോക്കിയാൽ നിറച്ചും പ്രാവുകളുണ്ട്. രാവിലെ തന്നെ കംപ്ലീറ്റ് പ്രാവുകളാണ്. നോക്കി ഇതിനോടെ തിന്നാനൊക്കെ ഇട്ട് കൊടുത്തേക്കുണ്ട്. അത് കാരണം നിറച്ചിവിടെ വന്നിട്ട് ഇരിക്കും കേട്ടോ. എന്ത് രസം നോക്കി, പറന്നോണാണ് പ്രത്യേക ഭംഗിയുണ്ടാവും. ഒരുമിച്ച് അങ്ങോട്ട് പറന്നു പോകും. നമുക്ക് ഇനി അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറി വരുമ്പോൾ ഇത് നമ്മളെ പാലസ്, ആംബർ പാലസ് മുകളിൽ തന്നെ ഉണ്ട്. നമുക്കിനി അതിൻ്റെ മുകളിലേക്ക് കയറാം. ഇവിടുന്ന് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെയാണ്. ഗൈസ് അങ്ങോട്ട് നോക്കി, ഗൈസ് ഇതിൻ്റെ മുകളിലൊക്കെ പ്രാവുകൾ ഇരിക്കാൻ നോക്കി. കംപ്ലീറ്റ് പ്രാവുണ്ട് അവിടെയൊക്കെ. ഗൈസ് നോക്കൂ, നമ്മളങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ താഴ്വാരം വരെ എത്തി. ഇനി ഇവിടെ നടന്ന് മുകളിലേക്ക് കയറാനുണ്ട്. ഗൈസ് നോക്കൂ, സൂര്യൻ ഉദിച്ചു തന്നെ നോക്കൂ. പൊളിയാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾ ശരിക്കും സൺറൈസ് കാണാൻ ഇറങ്ങിയത്, പക്ഷെ കുറച്ച് ലേറ്റായി പോയി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. കാറ്റ് ഇവിടുത്തെ ഭയങ്കര കാറ്റാണ് കേട്ടോ. കാറ്റും കാര്യങ്ങളൊന്നും ഒരു രക്ഷയില്ല, കിടലാണ് കേട്ടോ. ഗൈസ് നമ്മളങ്ങനെ നടന്ന് ഒരുവിധം മുകളിലെത്തി. താഴത്തേക്ക് നോക്കി ഇവിടെ നിന്ന് പുഴയും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പുറത്ത് നമ്മുടെ പാലസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടേയിരിക്കും. ഗൈസ് നമ്മളങ്ങനെ നടന്ന് ഒരുവിധം മുകളിലെത്തിയിട്ടാ. ഇതിൻ്റെ ഇത് നോക്കി, അടിപൊളിയാണ് കേട്ടോ. ഇത് ഇവിടെ ആയിട്ട് ചെറിയ അതിൻ്റെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെ നോക്കിയാൽ റോഡും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ആ കാണുന്നത് തടാകമുണ്ട്. പുഴയല്ല, തടാകമാണ് ഗൈസ്. സോറി ഗൈസ്, എനിക്ക് തെറ്റിപ്പോയി. അപ്പോൾ നമ്മളത് മുകളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുന്നു. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ വെയിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കേരള ശോകം ഉണ്ടാകും. പൊതുവേ രാജസ്ഥാനിൽ ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. നമ്മൾ കേരളത്തിന് വിട്ടിട്ട് ആകെ മഴ കിട്ടാത്തൊരു സംസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ് കുറച്ചും കൂടി സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശോകം ഉണ്ടാകും. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ചൂടായിരിക്കും. പക്ഷെ ഇവിടുത്തെ കാറ്റ് ഒരു രക്ഷയില്ല, കിടിലൻ കാറ്റാണ്, അടിപൊളി കാറ്റാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വന്ന് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓ ഗൈസ്, നമ്മളങ്ങനെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എത്താറായിട്ടാണ്. ഇവിടെ താണ്ടും പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം. പാട്ടാണോന്ന് അറിയില്ല, എന്താ പൂജ പോലത്തെ സംഭവം എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അകത്തേക്ക് പോയി നോക്കാം എന്താ സംഭവം നോക്കാം. ഓ, ഇതിൻ്റെ ഒരു ഡോർ നോക്കി. എൻ്റെ മോനെ, സൈസ് ഡോറട്ടാ. കാറ്റ് ഒരു രക്ഷയില്ലാട്ടാ, അന്യായ കാറ്റാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ ഗൈസ്. ഇവിടെ ഉണ്ട് കുറേ പ്രാവുകൾ. ഓ, കിട്ടില്ല നോക്കി. അടിപൊളിയാട്ടാ, എന്ത് രസമാണ്. ഓ, പ്രാവ് പറഞ്ഞ നോക്കി. എൻ്റെ മോനെ, പൊളി സാധനം കേട്ടാ. ഒരു പ്രത്യേക ഭംഗിയുണ്ട് നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പറന്നു പോകാനായിട്ട്. ഓ ഗൈസ്, നോക്കൂ മലകൾ, അതിൻ്റെ താഴെ തന്നെ വീടുകൾ നോക്കി. ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാട്ടോ. നല്ല ഷേപ്പിൽ, നല്ല സ്ക്വയർ ആയിട്ടിരിക്കണത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പാലസിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നോക്കൂ, ഇനി അതിൻ്റെ മുകളിലേക്ക് കണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ പോകുന്നില്ല. ഓ ഗൈസ്, നമ്മളിനി ഇവിടുന്ന് തിരിച്ചിറങ്ങാൻ കേട്ടോ. ഇവിടെ അധികം നേരം ഇരിക്കുന്നില്ല, കാരണം വെയിലായി തുടങ്ങി. പക്ഷെ ഇവിടുത്തെ കാറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. കാറ്റ് അടിപൊളി കാറ്റാണ്, വൈബാണ് കേട്ടോ. ഇവിടെ വന്നിരിക്കാനൊക്കെ പൊളിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടമായ പ്രാവുകളുണ്ട് കേട്ടോ. ഈ പ്രാവുകളെ കണ്ട് ഇങ്ങനെ കാറ്റ് കൊണ്ടിരിക്കാൻ വേറെ വൈബാണ് കേട്ടോ. ഇതിൻ്റെ ഒരു കോമ്പൗണ്ടൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടൊക്കെ ഉണ്ട്, മുകളിലേക്ക് കയറാനുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ അവിടെ നോ എൻട്രി ബോർഡ് വെച്ചേക്കാണ്, കയറാൻ പറ്റത്തില്ല. സംഭവമൊക്കെ കിടിലാണ്. ഓ ഗൈസ്, സൂര്യനെ ഉദിച്ച് മുകളിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ ഗൈസ്, നമ്മളങ്ങനെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി നമ്മൾ കയറിയ വഴി തന്നെ എത്തി. ഓ നോക്കൂ, ഇവിടെ തടാകം നോക്കിയാൽ നല്ല സോണിട്ട് കാണാനായിട്ട്. ഇതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് ചെറിയ പ്ലാന്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന റോഡൊക്കെ അവിടെ ഉണ്ട്, അത് അപ്പുറ സൈഡാണ്. ഓ പൊളിയാണേ. ആ മലയുടെ മേളിലേക്ക് നോക്കി ചെറിയ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. നോക്കി, ചെറിയ സ്റ്റെപ്പാണ്. അവിടെ ചെറിയ മതിൽ പോലെ സംഭവമൊക്കെ പണിതിട്ടുണ്ട്. ഓ ഗൈസ്, നമ്മളതിൻ്റെ മുകളിലേക്ക് കയറുന്നില്ല. പൊളിയാണ്. ഇവിടെ മൊത്തം ഇങ്ങനെ മാർബിളിൻ്റെ പീസാണ് കേട്ടോ. ഈ സ്റ്റെപ്പൊക്കെ കംപ്ലീറ്റ് മാർബിളിൻ്റെ പീസാണ്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ആളുകളൊന്നും വന്നില്ല. പിന്നെ വെയിലുമായി തുടങ്ങി. എനിക്ക് തോന്നുന്നു വൈകിട്ടാണ് ഏകദേശം നല്ല തിരക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ആളുകളും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ രാവിലെ തന്നെ വന്നതാണ്. ഓ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ആംബർ ഫോർട്ടിലേക്ക് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. ആദ്യം വൈകാണ്ട് തന്നെ അവിടെ തുടങ്ങി, കാരണം വെയിലും കാര്യങ്ങളൊക്കെ ആയാൽ തന്നെ നല്ല ചൂടൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാതെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. പിന്നെ നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് ജന്തർ മന്ദറിലേക്ക് വേണം. അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ജന്തർ മന്ദറാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് നമ്മൾ നേരെ ആംബർ ഫോർട്ടിലേക്ക് നിന്ന് തിരിച്ചിറങ്ങി റൂമിലെത്തി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെ നേരെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നെക്സ്റ്റ് പോകുന്നതെന്ന് പറയുന്നത് ജന്തർ മന്ദറിലേക്കാണ്. അപ്പോൾ അടുത്ത നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്തായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറക്കാണ്ട് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.